കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്നൊരു പേഷ്യൻ്റ് പറഞ്ഞൊരു ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഒരു 32 വയസ്സുള്ള ലേഡിയാണ്. ഒരു +2 വരെയൊക്കെ പഠിച്ച് അത്യാവശ്യം എന്നാൽ പക്ഷേ +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്ലുക്ക് ഉള്ളതാണ്. പഠിച്ചും വായ്പനുള്ളൊരു കുറച്ച് വായിച്ച് വിവരമൊക്കെ ഉള്ളൊരു ആളാണ്. അപ്പോൾ അവർക്ക് 25-ാമത്തെ വയസ്സ് 26-ാമത്തെ വയസ്സ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ശേഷമാണ് ആദ്യമായിട്ട് സന്ധികളുടെ വേദന വന്നത്. വേദന വന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് അത് റുമറ്റോയ്ഡ് RA ഫാക്ടറൊക്കെ ചെക്ക് ചെയ്തു. അത് പോസിറ്റീവാണ്, PSR കൂടുതലാണ്. പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തു കേട്ടോ. അവിടെ PHCയിലേക്ക് കൊണ്ട് കാണിച്ചു. അവർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്തു. അവിടെ തന്നെ ലോക്കലായിട്ടൊരു ഫിസിഷ്യനെ കണ്ട് മെഡിസിൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് ഇവർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ച് ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിന് അലോപ്പതിയിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല നിങ്ങൾക്ക്. അത് എനിക്ക് തോന്നുന്നു അതിനുശേഷം അവർ ആ ഡോക്ടറോട് തന്നെ പോയി ചോദിച്ചു, പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ അതൊരു അത്ര കോൺഫിഡൻ്റ് ആയിട്ടൊരു മറുപടി കൊടുത്തില്ല. പേഷ്യൻ്റ് എന്ന് വിചാരിച്ചു ഇതിന് ചികിത്സയില്ല, ഇത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല എന്നുള്ള വിചാരത്തോടെ അവർ പല സ്ഥലങ്ങളിലും പോയി. അലോപ്പതി ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് അവസാനം എൻഡിക്ക് വരുമ്പോൾ അവർ വീൽ ചെയറിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്. അവർ ചിലപ്പോൾ ഒരു നല്ല ഔട്ട്ലുക്കുള്ള ലേഡിയാണ്. അവരുടെ ഹസ്ബൻഡ് ഗവൺമെൻറ് ജോലിയുണ്ട്. ഇവർക്കാണെങ്കിൽ അത്യാവശ്യം +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിത കാഴ്ചപ്പാടുണ്ട്. മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ലേഡിയാണ്. ഇവരുടെ കുടുംബം മൊത്തം താറുമാറായി. സംശയം. കാരണം അവരുടെ കുടുംബജീവിതത്തിലാണെങ്കിലും അവരുടെ കുട്ടികളുടെ കാര്യം എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലായി. ഈ ലേഡി ഒറ്റപ്പെട്ട ഒരാളല്ലേ. നമ്മൾ മാസത്തിൽ ഒരു 5-10 ആളുകളെങ്കിലും മിനിമം ഈ രീതിയിലുള്ള ആളുകളെ കാണും. ഞാൻ ചോദിച്ചു, അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ ചികിത്സ തുടങ്ങി കുറച്ച് വേദന കുറഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം അവരോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആദ്യം ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നിർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയാണ്, ഡോക്ടറെ ഇതിന് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും ഡോക്ടർമാർ ആദ്യത്തെ കണ്ട 2 ഡോക്ടർമാരും പിന്നെ കണ്ട കുറച്ച് ആളുകളും എന്നോടും അതുപോലെ സമൂഹത്തിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞത് ആമവാദമാണോ, ഇതിന് വലിയ ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാനൊന്നും സാധിക്കില്ല എന്നുള്ള മറുപടി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തിയത്. കാരണം ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രോഗമാണ്, പിന്നെ നമ്മൾ എന്തിനാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം അല്ലെങ്കിൽ എല്ലാ വാതരോഗങ്ങളും SLE ആണെങ്കിലും ആങ്കിലോസ് സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഇത് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ചികിത്സിക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ട് ചികിത്സിക്കാൻ സാധിക്കും. ചികിത്സിച്ച് വരുതിയിൽ വരുത്താൻ സാധിക്കുമോ? 100% യെസ് എന്നാണ് ഉത്തരം. ഇന്നത്തെ കാലത്ത് ഒരു 100 റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ വന്നവരാണെങ്കിൽ 99.9% ആളുകളിലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു 1000-ൽ ഒരാൾക്കോ 10,000-ൽ ഒരാൾക്കൊക്കെയാണ് വളരെ റെസിസ്റ്റൻറ്റ് ഡിസീസ് വരുന്നത്. അതൊക്കെ വളരെ വളരെ റെയറാണ്. ഫോർ എക്സാമ്പിൾ കേരളം തന്നെ 10,000-25,000 പേഷ്യൻസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവരുണ്ടെങ്കിൽ ഒരു 4-5 പേർക്കാണ് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസീസ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഏക്കാതെ വരുന്നത്, അത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ മരുന്ന് കൊടുത്താലും ഏക്കാതെ വരുന്നത് വളരെ വളരെ കുറച്ച് രോഗികൾ മാത്രമേ ഉള്ളൂ. ബാക്കി 99.9% രോഗികളിലും പൂർണ്ണമായും അസുഖം വരുതിയിൽ വരുത്താനും അവർക്ക് സാധാരണ രീതിയിൽ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ചികിത്സയുണ്ടോ? ഉണ്ട്. ചികിത്സ കൊണ്ട് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ടോ? ഉണ്ട്. ചികിത്സ കൊണ്ട് രോഗം വരുതിയിൽ വരുത്താൻ സാധിക്കുമോ? യെസ്. പിന്നെ ഈ മരുന്ന് നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഫോർ എക്സാമ്പിൾ നമ്മൾ മലേറിയ വന്നു അല്ലെങ്കിൽ TB വന്നു. TBക്ക് 6 മാസം മരുന്ന് കഴിച്ചു, കംപ്ലീറ്റ് ആയിട്ട് മരുന്ന് നിർത്താം. TB ക്യൂർ ചെയ്തു. അതേസമയം ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം. മെറ്റ്ഫോമിൻ മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിച്ച് കൊണ്ട് തന്നെ ഇരിക്കണം. അത് ക്യൂർ അല്ല, അത് കൺട്രോളബിൾ ആണ്. അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസാണ്. ഫോർ എക്സാമ്പിൾ ഇൻഫെക്ഷൻ, ഏതൊരു ഇൻഫെക്ഷൻ ആണെങ്കിലും പെട്ടെന്ന് മരുന്ന് കഴിച്ചു, ആൻറ്റിബയോട്ടിക് കഴിച്ചു, നമ്മുടെ അസുഖം കുറഞ്ഞ് മാറി, പിന്നെ മരുന്ന് കഴിക്കേണ്ട. പക്ഷേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ലോങ് ടേം മരുന്ന് കഴിക്കേണ്ട മരുന്നാണ്, ഒരു അസുഖമാണ്. അത് നമുക്ക് മിനിമം ഒരു 6 months to 2 years വരെയെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ മരുന്ന് നിങ്ങൾക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്? അത് പലപ്പോഴും തെറ്റിദ്ധാരണയാണ്. ഇത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷേ മരുന്ന് നിർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ അത് ഒരു 50% രോഗികൾ ഫസ്റ്റ് 6 months കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നത് ഒരു 50% ആളുകളിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മരുന്ന് നിർത്താൻ സാധിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്നത് ഇവരുടെ കേസിലാണെങ്കിൽ 3 മാസത്തിലാണ്. അവരുടെ ഇത് വിൻഡോ പീരീഡ് എന്ന് പറയും. ആദ്യത്തെ 6 മാസത്തിൽ കണ്ടുപിടിച്ച ആളുകളിൽ യൂഷ്വലി 50% ആളുകളിൽ മരുന്ന് നിർത്താൻ സാധിക്കും. അതെങ്ങനെ മരുന്ന് നിർത്തി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പതുക്കെ മരുന്ന് കുറയ്ക്കും. ഓവർ ദ ടൈം 2 to 3 years നമുക്ക് മരുന്ന് നിർത്താൻ സാധിക്കും. എത്ര ശതമാനം ആളുകളിൽ? 50% ആളുകളിൽ. ബാക്കി 50% എന്ത് സംഭവിക്കും? മരുന്ന് കുറയ്ക്കുമ്പോൾ അസുഖം ചിലപ്പോൾ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും മരുന്ന് ഡോസ് വ്യത്യാസപ്പെടുത്തും. അങ്ങനെ കൺട്രോളായി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം കുറച്ച് നിർത്താൻ സാധിക്കുമോ? നിർത്താൻ സാധിക്കും. എത്ര ശതമാനത്തിൽ? 50%. എപ്പോൾ മരുന്ന് തുടങ്ങിയവർ ആദ്യത്തെ 6 മാസത്തിൽ അസുഖം കണ്ടുപിടിച്ചവരല്ല. പക്ഷേ
ക്രോണിക്കായിട്ട് ഒരു 4, 5, 6 വർഷത്തിന് ശേഷം മരുന്ന് കഴിക്കുന്ന അസുഖം കണ്ടുപിടിച്ച് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മാത്രമേ മരുന്ന് കുറയ്ക്കാനും സാധിക്കുള്ളൂ. അവരുടെ അസുഖം കൺട്രോൾ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. മൂന്നാമത്തെ കാര്യം, അവർക്ക് മരുന്ന് നിർത്താനുള്ള സാധ്യത 50% വരില്ല, അതിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പം ഇതിലെ പ്രശ്നം പറ്റി എന്താണ്? ഇതൊരു ക്രോണിക് ഡിസീസാണ്, അതായത് ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇവരിതിന് ചികിത്സ ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവരുടെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ഇപ്പോൾ എന്ത് സംഭവിച്ചേ? ഇവരുടെ 5-6 വർഷം ജീവിതത്തിലെ പോയി. അവരുടെ പോയത് മാത്രമല്ല, അവരുടെ കുട്ടികളുടെ പഠിത്തത്തിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അവരുടെ വീട്ടിലെ സാമ്പത്തികമായി ഭയങ്കര പ്രശ്നമുണ്ടായി. അവർ ചെറിയ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ആദ്യഘട്ടത്തിൽ. പക്ഷേ അവർക്കതിന് പോകാൻ പറ്റാതായി. അവർ സാമ്പത്തികമായി താളം തെറ്റി. അവരുടെ ഹസ്ബൻഡിന് കാരണം ഇവരെ കണ്ടമാനം ഹെൽപ്പ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഹസ്ബൻഡ് ജോലിയിലും പ്രശ്നമുണ്ടായി. അങ്ങനെ ജീവിതവും കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും വളരെയധികം താറുമാറായി. എന്തുകൊണ്ടാണ്? ഒരൊറ്റ ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചികിത്സയുണ്ട്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അസുഖത്തെ കൺട്രോൾ ചെയ്യാനാണ്, അല്ലേ? അസുഖം കൺട്രോൾ ചെയ്യൽ എന്ത് പറ്റും? സന്ധികൾ തേയ്മാനം വരും, അത് ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് എത്ര നാളത്തേക്ക് മരുന്ന് കഴിക്കേണ്ടത്, മരുന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് തുടങ്ങിയ കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി പറ്റും, അത് പക്ഷേ നിങ്ങൾ ഒരിക്കലും സ്വയം ചെയ്യരുത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധാരണയുടെ മാറ്റുക. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ട്രീറ്റബിൾ ഡിസീസ്, അസുഖം ചികിത്സിച്ച് വരുതിയിൽ വരുത്താൻ പറ്റുന്ന അസുഖം തന്നെയാണ് ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതുപോലെ തന്നെ എല്ലാ വാതരോഗങ്ങളും. ഞാൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എക്സാമ്പിൾ ഈ പേഷ്യൻ്റ് ഇങ്ങനെ വന്നതുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചത്, നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധാരണ വന്ന് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ എന്ത് പറ്റും? നമ്മൾ കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ജോയിൻറ്റ് ഡാമേജ് ആകും. ജോയിൻറ്റ് ഡാമേജ് ആകുമ്പോൾ എന്താ പ്രശ്നം? അതിപ്പോൾ ചിലപ്പം റീപ്ലേസ് ഒക്കെ ചെയ്യേണ്ട രീതിയിലേക്ക് വരും. ആദ്യഘട്ടത്തിലാണ് ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും വേണ്ടി വരില്ല. എസ്പെഷ്യലി UK നേരത്തെ വളരെ 3 to 4 months അസുഖം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നവർക്കൊക്കെ ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അവിടെ ഇപ്പോൾ ചെയ്യാറേയില്ല. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0. കാരണം അത്രയും നല്ല ട്രീറ്റബിൾ ഡിസീസാണ്. നമ്മുടെ നാട്ടിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൊണ്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെയും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഡയഗ്നോസിസ് ഇപ്പോൾ നേരത്തെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? ഈ ആളുകളുടെ തെറ്റിദ്ധാരണ. ഇപ്പം ആളുകൾക്ക് മാത്രമല്ല, ചില ഡോക്ടർമാർക്കും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അത് പക്ഷേ നേരത്തെക്കാളൊക്കെ വളരെ കുറവാണ്. ഈ തെറ്റിദ്ധാരണകൾ കൊണ്ട് എന്ത് പറ്റും? പലപ്പോഴും രോഗിയുടെ അസുഖം സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? പതുക്കെ ഈ ആവശ്യമില്ലാത്ത ജോയിൻറ്റ്സ് ഡാമേജ് വരികയും ബാക്കിയുള്ള സന്ധികളിൽ തേയ്മാനം വരികയും ബാക്കി അവയവങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ട്രീറ്റബിൾ ആണ്, കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധിക്കും. അങ്ങനെ കറക്റ്റ് സമയത്ത് ഡയഗ്നോസിസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ആളുകളിൽ മരുന്ന് നിർത്താനും സാധിക്കും.